ഹലോ, നമസ്കാരം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കേരളത്തിലെ ഏറ്റവും നല്ലൊരു എയർപോർട്ട് എന്ന് പറയുന്നത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടാണ്. ദ വേൾഡ്സ് ഫസ്റ്റ് എയർപോർട്ട്, ഫുള്ളി പവേർഡ് ബൈ സോളാർ എനർജി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ പറയുന്നത് പരമ എച്ചികളായിക്കൊണ്ടിരിക്കുകയാണ് ഈ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നത്. എച്ചികൾ എന്ന് പറഞ്ഞാൽ പല എച്ചികളായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇവിടെ കൊച്ചിയിൽ വാഹനം ഓടിക്കുന്ന, ടാക്സി ഓടിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരുടെയും ഡ്രൈവേഴ്സിന്റെ മനസ്സിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ വാക്കുകളായിരിക്കും ഉള്ളത്. വേറെ ഒന്നും കൊണ്ടല്ല, പുതിയൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട് ഈ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്. മറ്റേ എയർപോർട്ടിലുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. പുതിയൊരു നിയമം എന്താന്ന് വെച്ചാല്, അകത്തേക്ക് കയറി പുറത്തേക്ക് ഇറങ്ങുന്ന ടൈം ആദ്യത്തെ 10 മിനിറ്റ് ഫ്രീ എന്നുള്ളത് എടുത്തങ്ങട് കളഞ്ഞു. ഇപ്പൊ അകത്ത് കയറി പുറത്തിറങ്ങിയാൽ ആ 10 മിനിറ്റിന് താഴെയാണെന്നുണ്ടെങ്കിൽ 60 രൂപയും, 10 മിനിറ്റ് എന്നുള്ളത് 11 മിനിറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 100 രൂപയും പേ ചെയ്യണം. അവിടെയാണ് കോമഡി നടക്കുന്നത്. ഇത് മഞ്ഞ ബോർഡ് വെച്ച വാഹനങ്ങൾക്ക് മാത്രം ബാധകം. അതായത് ടാക്സി വാഹനങ്ങൾക്ക് മാത്രം ബാധകം. ഫ്രണ്ടിൽ ഒരു പ്രൈവറ്റ് വാഹനം പോയാൽ 10 മിനിറ്റിന് മുമ്പാണെങ്കിൽ അവൻ ടാറ്റയും കാണിച്ച് ഫ്രീ ആയിട്ട് ഇറങ്ങി പോകും. പക്ഷെ പുറകെ വരുന്ന ഒരു യെല്ലോ ബോർഡ് വെച്ചിട്ടുള്ള വാഹനമാണെങ്കിൽ പിടിച്ചു നിർത്തി 60 രൂപ ഫാസ്ടാഗ് അടിപ്പിക്കും. അവിടെയും കോമഡി. ഇന്ന് എനിക്ക് വന്ന അനുഭവമാണിത്. എന്റെ ഫാസ്ടാഗിൽ മതിയായ ക്യാഷ് ഉണ്ടായിട്ട് പോലും അവരെന്നെ 7 മിനിറ്റ് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. 7 മിനിറ്റ്സ് പാർക്ക്ഡ്. അകത്ത് കയറി ഇറങ്ങിയതാണ്. 60 രൂപ എന്നെ കൊണ്ട് അല്ലാതെ മേടിപ്പിച്ചു. അതായത് ഫാസ്ടാഗ് റീഡ് ചെയ്യുന്നില്ല എന്ന്. ഞാൻ പറഞ്ഞു, ഫാസ്ടാഗ് റീഡ് ചെയ്യുന്നില്ലെങ്കിൽ ഓപ്പൺ ചെയ്ത് തരണം. അത് പറ്റില്ല. അപ്പോ ക്യാഷ് കിട്ടിയേ പറ്റുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ ഒരു ചോദ്യം, ഈ യെല്ലോ ബോർഡ് വെച്ച വാഹനങ്ങൾക്ക് മാത്രം എന്തിനാ ഈ ഒരു ചാർജ് അവർ ഈടാക്കുന്നത്? മറ്റ് പ്രൈവറ്റ് വാഹനങ്ങളെ എന്തുകൊണ്ട് ഫ്രീ ആയിട്ട് വിടുന്നു? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 60 രൂപ വാങ്ങിക്കുന്നത് കൊണ്ട് ഈ ഒരു ടാക്സിക്കാരന് എന്താണ് കിട്ടുന്നത്? എന്ത് പ്രിവിലേജ് ആണ് ഒരു പ്രൈവറ്റ് വാഹനത്തിനെക്കാട്ടിലും അതിനകത്തോട്ട് കയറുന്ന 10 മിനിറ്റിൽ നിങ്ങൾ ഈ 60 രൂപ വാങ്ങിച്ചിട്ട് കിട്ടുന്നത്? ഒരു പ്രിവിലേജും കിട്ടുന്നില്ല. സെയിം. അപ്പൊ പിന്നെ ഈ 60 രൂപ വാങ്ങിക്കുന്നതിന്റെ അർത്ഥം എന്താ? വെറും ഉഡായിപ്പാണ്. ഇത് ആർക്കോ വേണ്ടിയിട്ട് എന്തോ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇതിന് പ്രതികരിക്കാൻ ടാക്സി യൂണിയൻസോ ടാക്സി ഡ്രൈവേഴ്സോ ഒക്കെ അവിടെ എവിടെയും സ്റ്റേ ഒക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറയണു. പക്ഷേ ഇവിടെ വന്ന് പ്രതികരിക്കാൻ, ഞാനിപ്പോ എയർപോർട്ടിന് തൊട്ടടുത്ത് തന്നെയാണ്, ഇവിടെ വന്ന് പ്രതികരിക്കാൻ ധൈര്യമുള്ളവർക്കുണ്ടെങ്കിൽ ഞാനും കൂടെ ഉണ്ടാവും ചങ്ങായിമാരെ. കാര്യം എന്താന്ന് വെച്ചാൽ ഇത് ശുദ്ധ ദണ്ഡിതനാണ്. കാരണം നിയമം എല്ലാവർക്കും ബാധകമായിരിക്കണം. അല്ലാതെ ഒരു എക്സെപ്ഷണൽ കേസ്. ഈ ടാക്സിക്കാരെന്താണ് മൂന്നാം കട ആൾക്കാരാ? ജീവിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരാണ്. അപ്പോ അവർക്കാണ് പ്രിവിലേജ് കൊടുക്കേണ്ടത് സത്യം പറഞ്ഞ. എനിവേ, ഒരുപാട് സന്തോഷമുണ്ട് ഈ 60 രൂപ അടിച്ചു തന്നതില്. എന്റെ ഫാസ്ടാഗ് വർക്കിംഗ് ആണ്, എന്നാൽ പോലും ഈ തെണ്ടിത്തരം കാണിക്കുന്നതിന് ട്ടാ.